അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 24 വെള്ളിയാഴ്ച. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളം ഒപ്പിട്ടതിന് പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ച കത്തിലാണ് ഗുരുതര ആരോപണമുള്ളത്. മുന്നണി മര്യാദകൾ ലംഘിച്ചെന്നും വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നും ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ LDFന്റെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം ദുർബലപ്പെട്ടുവെന്നും കത്തിൽ പറയുന്നു. ഇടത് സർക്കാരിൽ നിന്ന് ഇങ്ങനെയൊരു തീരുമാനം അപ്രതീക്ഷിതമാണെന്നും ഭാവി പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമെന്നും കത്തിൽ പറയുന്നു. പാർട്ടിയുടെ എതിർപ്പ് തള്ളി കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ വകുപ്പ് നടപടിക്കെതിരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI കടക്കുന്നുവെന്ന് സൂചന. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിട്ടുണ്ട്. വിഷയം LDF ചർച്ച ചെയ്യുമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഉറപ്പുപോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് അംഗീകരിക്കാനാകില്ലെന്നാണ് CPIയിലെ പൊതുവികാരം. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിലൂടെ CPMന് ഘടകകക്ഷിയമായ CPIയേക്കാൾ വലുതാണ് BJP എന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും CPM BJP ബാന്ധവം എന്ന തങ്ങളുടെ ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഈ തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM BJP ബന്ധത്തിന് ഇടനില ആയിരിക്കുകയാണ് ഇപ്പോൾ PM ശ്രീയെന്നും മോദിയെ മുഖ്യമന്ത്രി കണ്ടതിന് പിന്നാലെയാണ് ഒപ്പുവെച്ചതെന്നും RSS അജണ്ട നടപ്പാക്കുകയാണ് സർക്കാരെന്നും സതീശൻ കുറ്റപ്പെടുത്തി. CPM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പോലും നോക്കിയില്ലെന്നും സർക്കാരിൻ്റേത് ഏകപക്ഷീയ തീരുമാനമാണെന്നും VD സതീശൻ വിമർശിച്ചു. അതേസമയം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിക്കരുതെന്ന് പ്രതിപക്ഷം പറയുന്നില്ലെന്നും എന്നാൽ കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് നിരുപാധികം കീഴടങ്ങുന്നതിലാണ് എതിർപ്പെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒപ്പിട്ട കരാറിലുള്ള വ്യവസ്ഥകൾ എന്താണെന്ന് പരിശോധിച്ച ശേഷം അഭിപ്രായം പറയാമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നതെന്നും വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെന്നും അത് മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പിട്ടത് മന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM ശ്രീയിൽ ഒപ്പുവെച്ചത് എങ്ങനെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയണമെന്ന് മന്ത്രി GR അനിൽ. PM ശ്രീയിൽ ഒപ്പുവെച്ചതോടെ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയെന്നും ഇത് സംബന്ധിച്ച ഒരു കാര്യവും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെന്നും CPI എടുക്കുന്ന തീരുമാനം ഒരു തുള്ളി വെള്ളം ചേർക്കാതെ മന്ത്രിമാർ നടപ്പാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് അതെല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ABVP ശിവൻകുട്ടിയെ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ വകുപ്പും വകുപ്പ് മന്ത്രിയും തെറ്റായ പാതയിലാണ് നീങ്ങുന്നതെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. എലിയെ പേടിച്ചാരും ഇല്ലം ചുടാറില്ല എന്നും ജിസ്മോൻ ഫേസ്ബുക്കിൽ കുറിച്ചു. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിൽ ആശങ്കയുണ്ടെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. വിഷയത്തിൽ സർക്കാരിനെ ആശങ്ക അറിയിക്കുമെന്ന് PS സഞ്ജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. SFI ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണെന്നും അതിനകത്തെ വർഗീയ നിലപാട് എതിർക്കപ്പെടേണ്ടതാണെന്നും നയത്തിലെ മോശം കാര്യങ്ങൾ ഒഴിവാക്കി വേണം പദ്ധതി നടപ്പാക്കാനെന്നും ഇക്കാര്യം സർക്കാരുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും അന്നേ നിലപാട് അറിയിച്ചിരുന്നുവെന്നും ആശങ്ക വീണ്ടും അറിയിക്കുമെന്നും PS സഞ്ജീവ് വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇടതുപക്ഷത്തെ വഞ്ചിച്ചുവെന്ന് CPI വിദ്യാർത്ഥി സംഘടനയായ AISF. നിലപാട് എന്നത് ഒരു വാക്കല്ലെന്നും അത് കാട്ടിക്കൊടുത്തത് കേരളത്തിൽ ഇടതുപക്ഷമാണെന്നും മുൻ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ V ശിവൻകുട്ടി ആ ഇടതുപക്ഷത്തെ വഞ്ചിച്ചുവെന്നുമാണ് AISF സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. CPIയെ UDFിലേക്ക് സ്വാഗതം ചെയ്ത് UDF കൺവീനർ അടൂർ പ്രകാശ്. CPI ഈ വല്യേട്ടൻ അടിച്ചമർത്തലിൽ നിൽക്കേണ്ട കാര്യമില്ലെന്നും UDFിൽ അർഹമായ സ്ഥാനം നൽകുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. വേദനകൾ കടിച്ചമർത്തി പ്രശ്നമൊന്നുമില്ലെന്ന് നാളെ CPI പറയും.
പക്ഷേ അകൽച്ചയുണ്ടായി കഴിഞ്ഞുവെന്നും LDFിൽ വിള്ളൽ വീണു കഴിഞ്ഞുവെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. PM ശ്രീ സ്കൂൾ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ച നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPI കുരയ്ക്കുമെന്നല്ലാതെ കടിക്കാത്ത ഒരു അപൂർവ ജീവിയാണെന്നും ആദർശവേഷം കെട്ടിയാടുന്നവർ യജമാനനെ കാണുമ്പോൾ വാലാട്ടുമെന്നും ഛർദ്ദിച്ചതെല്ലാം വിഴുങ്ങുകയും ചെയ്യുമെന്നും ചെറിയാൻ ഫിലിപ്പ് പരിഹസിച്ചു. 45 വർഷമായി CPIയുടെ പല്ലും നഖവും AKG സെന്ററിൽ പണയം വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM BJP രഹസ്യബന്ധത്തെ CPI അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് അവർ വ്യക്തമാക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM ശ്രീ വിഷയത്തിൽ സാംസ്കാരിക മേഖലയിൽ നിന്നും CPMനെതിരെ വിമർശനങ്ങൾ. സ്റ്റാലിനും മമതയും മാതൃകകൾ ആയിട്ടല്ല, പക്ഷേ ചിലപ്പോൾ നിലപാടുകൾ നിർണായകമാകുന്നുവെന്ന് എഴുത്തുകാരൻ സച്ചിദാനന്ദൻ കുറിച്ചു. കാലം കാത്തിരിക്കുകയാണ് കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വത്തിലുണ്ടാകുന്ന PM ശ്രീ കുട്ടികൾക്കായി എന്ന് എഴുത്തുകാരി സാറ ജോസഫും വിമർശനക്കുറിപ്പിട്ടു. സംസ്ഥാനത്തിന്റെ മദ്യനയം 5 വർഷത്തേക്കാക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നതിനെ സ്വാഗതം ചെയ്ത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ. വ്യവസായ സൗഹൃദ നീക്കമാണ് ഇതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു. 10 കൊല്ലം മുൻപ് ഘട്ടം ഘട്ടമായി ബാറുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള നീക്കമുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള മാറ്റം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ മദ്യനയം 5 വർഷത്തേക്കാക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് മന്ത്രി MB രാജേഷ് ഇന്നലെയാണ് വ്യക്തമാക്കിയത്. ഏലപ്പുള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് മന്ത്രി MB രാജേഷിനെതിരെ ഏലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ ഒരിക്കൽ പോലും കേൾക്കാൻ തയ്യാറാകാത്ത മന്ത്രിക്ക് ബ്രൂവറി വരുന്നതിൽ ഏലപ്പുള്ളിക്കാർക്ക് ആശങ്കയില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ചോദിച്ചു. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ലെന്ന മന്ത്രിയുടെ വിമർശനത്തിന് മറുപടി നൽകുകയായിരുന്നു രേവതി ബാബു. ബ്രൂവറി വിഷയത്തിൽ ഞങ്ങളെ മന്ത്രി പഠിപ്പിക്കേണ്ടതില്ലെന്നും പ്രസിഡന്റ് തുറന്നടിച്ചു. ഷാഫി പറമ്പിൽ MP ആരോപണം ഉന്നയിച്ച CI അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു നൽകിയ നോട്ടീസ് പുറത്ത്. ഇത് റദ്ദാക്കിയാണ് സർക്കാർ അഭിലാഷിനെ സർവീസിൽ തിരിച്ചെടുത്തത്. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ കണക്കിലെടുത്ത് സേനയിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥനെന്ന് ഷാഫി പറമ്പിൽ MP ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന വിവരം പുറത്തുവന്നു. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് പോറ്റി സ്വർണം വിറ്റത്. ഗോവർദ്ധന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബെല്ലാരിയിൽ തെളിവെടുപ്പ് നടത്തും. ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT ഇന്ന് പുലർച്ചെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചും തെളിവെടുക്കും. അതേസമയം കേസിൽ പ്രതിപട്ടികയിലുള്ള കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നാണ് സൂചന. ദ്വാരപാലക ശില്പത്തിലെ പാളികളിലെ സ്വർണം കടത്തിയതിൽ 10 പ്രതികളാണ് ഉള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതി പരാമർശം നേരിട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് രംഗത്ത്. തന്റെ സ്വത്തുവിവരങ്ങൾ പരസ്യമാക്കുമെന്നും തനിക്ക് 3 അക്കൗണ്ടുകളിലായി 3 ലക്ഷം ആസ്തിയുണ്ടെന്നും എന്നാൽ VD സതീശൻ സ്വത്ത് വെളിപ്പെടുത്താൻ തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ആരാണ് കോടീശ്വരനെന്ന് അപ്പോൾ അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടെ ഗതാഗത നിയന്ത്രണം ലംഘിച്ച യുവാക്കൾ. പാലായിൽ രാഷ്ട്രപതി പങ്കെടുത്ത പരിപാടിയുടെ നിയന്ത്രണമാണ് ലംഘിച്ചത്. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത റോഡിലൂടെ 3 പേരാണ് ഒരു ബൈക്കിൽ പോയത്. പോലീസ് തടഞ്ഞിട്ടും നിൽക്കാതെ യുവാക്കൾ ബൈക്കിൽ യാത്ര തുടർന്നു. യുവാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കേരള കലാമണ്ഡലം പ്രതിസന്ധിയിലെന്ന് ചാൻസലർ മല്ലിക സാരാഭായ്. ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കാരണം വികസന പദ്ധതികൾ പാളുന്നെന്നും കേരളത്തിന്റെ അഭിമാന സ്ഥാപനത്തിന്റെ ആകർഷണം നഷ്ടമായി എന്നും മല്ലിക സാരാഭായ് പറയുന്നു. 50 വർഷം പിറകിലാണ് ഓരോ ഉദ്യോഗസ്ഥരെന്നും ഉദ്യോഗസ്ഥർക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ലെന്നും കുറ്റപ്പെടുത്തിയ മല്ലിക മിക്കവരും യോഗ്യതയില്ലാതെ രാഷ്ട്രീയ നിയമനം നേടിയവരാണെന്നും വ്യക്തമാക്കി. കേരളത്തിൽ പലയിടത്തും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നെഗേറിയ ഫൗലേറി എന്ന അമീബിയയാണ് രോഗത്തിന് കാരണമായ രോഗാണു. വെള്ളത്തിലുള്ള ബാക്ടീരിയകളെയും മറ്റും ഭക്ഷിച്ച് ജീവിക്കുന്ന ഇവ നമുക്ക് ചുറ്റുമുള്ള ജലാശയങ്ങളിലും വെള്ളക്കെട്ടുകളിലും ധാരാളമുണ്ട്. അണുബാധയുണ്ടായാൽ 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും.
വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾക്ക് വിവരങ്ങൾ ലഭ്യമല്ല, വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടല്ല എന്നീ മറുപടികൾ പറഞ്ഞ് വിവരങ്ങൾ നിരസിച്ചാൽ ഓഫീസ് മേധാവിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ്. വിവരങ്ങൾ പൗരന് ക്രമമായി ലഭ്യമാക്കുന്ന വിധത്തിൽ ഫയലുകൾ സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഓഫീസ് മേധാവിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിനെതിരായ സമരവുമായി ബന്ധപ്പെട്ട ആക്രമണ കേസിൽ 74 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി. പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നതായാണ് സൂചന. ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയവരെ പിടികൂടുമെന്ന് DIG യതീഷ് ചന്ദ്ര വ്യക്തമാക്കി. 351 പേർക്കെതിരെ കേസെടുത്തതിൽ 2 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തത്. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി. മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഇക്കാര്യത്തിൽ പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആനക്കൊമ്പ് നിയമവിധേയമാക്കിയ സർക്കാർ നടപടികളിൽ വീഴ്ചയുണ്ടായി എന്നും കോടതി നിരീക്ഷിച്ചു. കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിലെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലെന്ന് കുട്ടിയുടെ അച്ഛനും തുടർ നടപടി അവസാനിപ്പിക്കുന്നതായി സംസ്ഥാന സർക്കാരും അറിയിച്ചതോടെയാണ് ഹൈക്കോടതി തീരുമാനം. ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം നടന്നതുകൊണ്ടാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കുട്ടിയുടെ മൗലികാവകാശം നിഷേധിക്കപ്പെട്ടതായും വിദ്യാഭ്യാസ വകുപ്പ് കോടതിയിൽ നിലപാട് അറിയിച്ചു. വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി എല്ലാ കക്ഷികളും തുടർ നടപടിയില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഹർജി തീർപ്പാക്കുന്നതായി അറിയിച്ചു. ശക്തമായ മഴയിൽ ചോർന്നൊലിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം. അത്യാഹിത വിഭാഗത്തിലെ പുരുഷന്മാരുടെ ഒബ്സർവേഷൻ റൂം ഉൾപ്പെടെയാണ് ചോരുന്നത്. വെള്ളം നിലത്ത് വീഴാതിരിക്കാൻ ബക്കറ്റ് വെച്ചിരിക്കുകയാണ് ജീവനക്കാർ. രോഗികൾ വഴുതി വീഴാതിരിക്കാൻ മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ആശുപത്രിക്കകത്തെ ഫാർമസിക്ക് സമീപമെല്ലാം ചോർന്നൊലിക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ആശുപത്രിയിൽ എത്തുന്നത്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഇക്കോ ടൂറിസം അടച്ചു. ഇന്നു മുതൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുന്നതായി തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. സഞ്ചാരികളുടെ സുരക്ഷയും അപകട സാധ്യതകളും കണക്കിലെടുത്താണ് തീരുമാനം. പീച്ചി ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ഇന്ന് 4 സ്പിൽവേ ഷട്ടറുകൾ 2 ഇഞ്ച് വീതം ഉയർത്തുമെന്ന് പീച്ചി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. KSEB ചെറുകിട വൈദ്യുതി നിലയത്തിൽ സാങ്കേതിക തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ഷട്ടറുകൾ ഉയർത്താൻ തീരുമാനിച്ചത്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഹൈദരാബാദിലെ കർണൂലിൽ ബസിന് തീപിടിച്ച നിലവിൽ 20 പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ. മരണസംഖ്യ ഉയരാൻ സാധ്യത. 15 പേരെ രക്ഷപ്പെടുത്തി. ബംഗളൂരു ഹൈദരാബാദ് ഹൈവേയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ബംഗളൂരു ഹൈദരാബാദ് സ്വകാര്യ വോൾവോ ബസിനാണ് കത്തുപിടിച്ചത്. തീപിടുത്തത്തിൽ ബസ് പൂർണ്ണമായി കത്തുനശിച്ചു. ബസിൽ 42 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പരസ്യലോകത്തെ ഇതിഹാസമായ പീയൂഷ് പാണ്ഡെ അന്തരിച്ചു. അണുബാധയെ തുടർന്നായിരുന്നു അന്ത്യം. ഫെവിക്കോൾ, ഏഷ്യൻ പെയിന്റ്സ്, ഹച്ച്, വോഡഫോൺ, കാഡ്ബറി എന്നിവയുടേത് ഉൾപ്പെടെ ജനപ്രിയമായ ഒട്ടേറെ പരസ്യങ്ങൾ ഒരുക്കിയത് പീയൂഷ് പാണ്ഡെയാണ്. ഒഗിൽവി എന്ന പരസ്യ ഏജൻസിയുടെ ഭാഗമായി ഇന്ത്യക്കാരുടെ മനസ്സിനെ തൊട്ട് നിരവധി പരസ്യങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. ISROയുടെ ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യത്തിന്റെ 90% പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും വെല്ലുവിളികളേറെ ഉള്ളതിനാൽ ശ്രദ്ധയോടെയാണ് കമ്പനി ഗഗയാൻ ദൗത്യത്തിനായി മുന്നോട്ടു പോകുന്നതെന്ന് ഇസ്രോ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. അമേരിക്കൻ സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ചുള്ള ബ്ലൂബേർഡ് 6 സാറ്റലൈറ്റ് വിക്ഷേപണം ഈ വർഷം അവസാനമുണ്ടാകുമെന്നും ഇസ്രോ ചെയർമാൻ അറിയിച്ചു. ദില്ലിയിൽ ഭീകരാക്രമണ ശ്രമം തകർത്തു. ISന്റെ പിന്തുണയുള്ള ഭീകരരെന്ന് സംശയിക്കുന്ന 2 പേർ പിടിയിലായി. ദില്ലിയിലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറയുന്നു. ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇവരെ പിടികൂടിയത്. ദില്ലി, മധ്യപ്രദേശ് സ്വദേശികളാണ് പിടിയിലായ പ്രതികൾ. ചാവേറുകളാകാനുള്ള പരിശീലനം ഇവർക്ക് ലഭിച്ചിരുന്നതായിട്ടാണ് സൂചന. BJP നേതാവ് റോഡിൽ തള്ളിയ മാലിന്യം തിരികെ വീട്ടിൽ കൊണ്ടിടാൻ ഉത്തരവിട്ട് ചീഫ് മുനിസിപ്പൽ ഓഫീസർ. മധ്യപ്രദേശിലെ ഛത്തർപൂർ മുനിസിപ്പാലിറ്റിയിലാണ് സംഭവം.
BJP നേതാവ് മഹേഷ് റായ് തന്റെ വീടിന് പുറത്ത് തള്ളിയ മാലിന്യം അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് തന്നെ തള്ളാൻ ശുചീകരണ ജീവനക്കാരോട് ചീഫ് മുനിസിപ്പൽ ഓഫീസർ ശൈലേന്ദ്ര സിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. സർക്കാർ ജീവനക്കാർ മാതാപിതാക്കളെ അവഗണിച്ചാൽ ശമ്പളത്തിന്റെ 10 മുതൽ 15% വരെ വെട്ടാൻ തെലങ്കാന സർക്കാർ. ഈ തുക മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പ് സെക്കൻഡ് ജീവനക്കാർക്ക് നിയമന ഉത്തരവുകൾ കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദില്ലിയിൽ വായുമലിനീകരണം കുറയ്ക്കാൻ ഈ മാസം 29-ന് ക്ലൗഡ് സീഡിംഗ് നടപ്പാക്കിയേക്കുമെന്ന് ദില്ലി പരിസ്ഥിതി മന്ത്രി മഞ്ജിന്ദർ സിംഗ് സിർസ പറഞ്ഞു. ഒക്ടോബർ 28 മുതൽ 30 വരെ ദില്ലിക്ക് മുകളിൽ മേഘങ്ങളുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതായി മന്ത്രി പറഞ്ഞു. ക്ലൗഡ് സീഡിംഗിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ ഇന്നലെ വിജയകരമായി പൂർത്തിയാക്കി. ബീഹാറിൽ NDA വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കാരെ ജനം പുറത്തു നിർത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ സമസ്തിപൂരിൽ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വോട്ട് തേടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തിയത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മോദിയുടെ ആദ്യ റാലിയാണിത്. കുനാർ നദിയിൽ അതിവേഗം അണക്കെട്ടുകൾ നിർമ്മിച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാൻ താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ ഒരുങ്ങുന്നു. അഫ്ഗാൻ ഇൻഫർമേഷൻ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കുനാർ നദിയിൽ കഴിയുന്നത്ര വേഗത്തിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ഉത്തരവ് താലിബാൻ പരമോന്നത നേതാവ് മൗലവി ഹിബത്തുള്ള അബുദ്സാദ നൽകിയെന്നാണ് വിവരം. അമേരിക്കയുടെ ഉപരോധത്തിന് മറുപടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഒരു സമ്മർദ്ദത്തിനും റഷ്യ വഴങ്ങില്ലെന്ന് പുടിൻ പ്രഖ്യാപിച്ചു. അമേരിക്കയുടേത് ശത്രുതാപരമായ സമീപനമാണെന്നും കനത്ത തിരിച്ചടി നൽകാൻ റഷ്യയ്ക്ക് അറിയാമെന്നും അമേരിക്ക അത് നേരിടേണ്ടി വരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഉപരോധം റഷ്യയെ ബാധിക്കില്ലെന്നും പുടിൻ വ്യക്തമാക്കി. പുടിനുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് പിന്നാലെയാണ് ട്രംപ് റഷ്യയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത്. വെനസ്വേലയിലെ ഇടതുഭരണം അട്ടിമറിക്കാൻ US ശ്രമിക്കുന്നതായി ഗുരുതര ആരോപണം. വെനസ്വേലയുടെ തീരത്ത് USB-1 ബോംബർ വിമാനങ്ങൾ പറത്തിയുള്ള സൈനിക പ്രകോപനം ശക്തമാക്കിയതോടെയാണ് അട്ടിമറി നീക്കമെന്ന ആരോപണവും ശക്തമായത്. മയക്കുമരുന്ന് കടത്ത്, തടവറകളിൽ നിന്ന് കുറ്റവാളികളെ US-ലേക്ക് തുറന്നുവിടുന്നു എന്നീ ആരോപണങ്ങൾ നേരത്തെ മുതൽ തന്നെ വെനസ്വേലയ്ക്കെതിരെ അമേരിക്കൻ ഭരണകൂടങ്ങൾ ഉയർത്തിയിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.